ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ശ്രീ പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് നമ്മെ സംബന്ധിച്ചിടത്തോളം ഇതൊരിക്കലും പ്രതീക്ഷിക്കാൻ കഴിയാത്തതാണ്. വിയോജിക്കുന്നവരെ, അതുപോലെ തന്നെ തങ്ങൾക്കെതിരായ ഏതെങ്കിലും ജനാധിപത്യപരമായ സംവിധാനത്തിൽ ഇൻവോൾവ് ചെയ്യുന്നവരെ വർഗീയ ചാപ്പ കുത്തുന്നത്, തീവ്രവാദ ചാപ്പ കുത്തുന്നത് യഥാർത്ഥത്തിൽ രാഷ്ട്രീയ സദാചാരമില്ലായ്മയാണെന്ന് പറയേണ്ടി വരും. കേരളത്തിലൊരു ഇസ്ലാമോഫോബിക് അന്തരീക്ഷമുണ്ട്. ആ ഇസ്ലാമോഫോബിക് അന്തരീക്ഷം ഉയർത്തി അതിൽ ജമാഅത്തെ ഇസ്ലാമിയെ ടൂളാക്കി മുസ്ലിം കമ്മ്യൂണിറ്റിയെ അപരവൽക്കരിച്ച് മറുഭാഗത്ത് വോട്ട് കൺസോൾട്ടേഷൻ നടത്തുക എന്ന് കുറച്ചു കാലമായി CPM നടത്തിക്കൊണ്ടിരിക്കുന്ന അപകടകരമായ പൊളിറ്റിക്സിൻ്റെ ടൂളായിട്ടാണ് അവർ ജമാഅത്തെ ഇസ്ലാമിയെ കാണുന്നത്. CPM ഇസ്ലാമോഫോബിയ വളർത്തുകയാണെന്നും സംഘപരിവാറിന്റെ അജണ്ട ഏറ്റെടുക്കുകയാണെന്നും മലപ്പുറത്ത് വിളിച്ചു ചേർത്ത വാർത്താസമ്മേളനത്തിൽ ജമാഅത്തെ ഇസ്ലാമി കേരള അമീർ P. മുജീർ റഹ്മാൻ പറഞ്ഞു. CPM സംഘപരിവാറിന്റെ വാദങ്ങൾ ഏറ്റെടുക്കുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു. ലവ് ജിഹാദ്, സ്വർണ്ണക്കടത്ത്, മലപ്പുറത്തെക്കുറിച്ചുള്ള ആഖ്യാനങ്ങൾ തുടങ്ങിയ വിഷയങ്ങളിൽ CPM ഉയർത്തുന്ന വാദങ്ങൾ മുസ്ലിം വിദ്വേഷത്തിന് ഇന്ത്യയിലുടനീളം സംഘപരിവാർ ഏറ്റെടുക്കുന്നതായി മുജീർ റഹ്മാൻ ചൂണ്ടിക്കാട്ടി. മലപ്പുറത്തെ കേസ് വർധനവ് പരിശോധിക്കണമെന്നും പുനരന്വേഷണം വേണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ADGP MR അജിത് കുമാറിനെ പദവിയിൽ നിന്ന് നീക്കം ചെയ്യണമെന്നും പൂരം കളിക്കിയത് ആർക്കു വേണ്ടിയാണെന്നും അദ്ദേഹം RSS നേതാക്കളെ കണ്ടത് എന്തിനു വേണ്ടിയാണെന്നും മുജീർ റഹ്മാൻ ചോദിച്ചു. സംഘപരിവാർ പ്രതികളായ കേസുകൾ ഒത്തുതീരുന്നത് എങ്ങനെയാണെന്ന് അന്വേഷിക്കണം. ഫൈസൽ വധക്കേസിൽ പ്രോസിക്യൂട്ടറെ നിയമിക്കാത്തതിന്റെ കാരണം സമഗ്രമായി അന്വേഷിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. വാർത്താസമ്മേളനത്തിൽ P. മുജീർ റഹ്മാൻ, ഷിയാബ് പൂക്കോട്ടൂർ, കുഞ്ഞുമുഹമ്മദ് മുരിങ്ങേക്കൽ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. ഞങ്ങളെപ്പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത്? പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം. ഹയാത്ത് ഗോൾഡൻ ഡയമണ്ട്സ്, വളാഞ്ചേരി.